ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രോബെറി സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടി തന്നേക്കണേ. അപ്പോൾ ഇത് നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 250 ml കപ്പിലാണ് മൈദ അളന്നെടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടി ചേർത്താൽ കേക്കിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. പാൽപ്പൊടി കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ശേഷം അരിപ്പ മാറ്റി കൊടുത്തിട്ട് ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കണേ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ടിന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 kg ബാറ്ററാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 2 കേക്ക് ടിന്നിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 1/2 ടീസ്പൂണാണ് ഉണ്ടായത്, അതുകൊണ്ടാണ് 2 തവണയായിട്ട് ചേർത്ത് കൊടുത്ത്. ഇനി ഇത് ബീറ്റർ ഫുൾ സ്പീഡിലിട്ടിട്ട് 1 മിനിറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 1/4 ഭാഗം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 2-3 തവണയായിട്ട് ഇത് ഫുള്ള് ബീറ്റ് ചെയ്തതിൻ്റെ ഇടയിൽ 2-3 തവണയായിട്ട് ഈ പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽട്ടായി വന്ന് ഇത് മുട്ട ഇതുപോലെ പതഞ്ഞ് വരണം. നല്ലതുപോലെ പതഞ്ഞ് വന്നാൽ മാത്രമേ നമ്മളെ കേക്കിന് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സ്ട്രോബെറി കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സും കൂടി ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഓയിലും സ്ട്രോബെറി മിക്സും കൂടിയിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട, അപ്പോൾ നമ്മൾ മുട്ടയ്ക്ക് താണു പോവും. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ മാറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച മൈദയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ പതുക്കെ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. പതുക്കെ വേണം മിക്സാക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഇത് പതഞ്ഞു വന്നതൊക്കെ താണു പോവും. അപ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് പതുക്കെ മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇടവിട്ടിട്ട് അങ്ങനെ മൊത്തത്തിൽ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പാലെടുക്കുമ്പോൾ ഒരു ഇളം ചൂടുള്ള പാലെടുക്കുക. ഇനി വിസ്ക് മാറ്റിയിട്ട് ഈ സ്പാച്ചില ഉപയോഗിച്ചിട്ട് സൈഡിലുള്ളതൊക്കെ ഒന്ന് വടിച്ചെടുത്തിട്ട് ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടിലേക്കും കൂടിയിട്ട് പകുതിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അതിനുശേഷം 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വെന്തിനോന്ന്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 കിലോ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ 2 തവണ ചെയ്തെടുത്തതാണ്, അതുകൊണ്ടാണ് 4 സ്പോഞ്ചായിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.